KSRTCയിൽ INTUC യൂണിയനുകളുടെ കൂട്ടായ്മയായ ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ ആഹ്വാനം ചെയ്ത സമരത്തിൽ കൊട്ടാരക്കര ഡിപ്പോയിലെ KSRTC ബസ്സുകൾക്ക് കേടുപാടുകൾ വരുത്തി. കൊട്ടാരക്കര ഡിപ്പോയിലെ 10 KSRTC ബസ്സുകളുടെ വയറിംഗ് കിറ്റ് അടക്കം നശിപ്പിച്ചതോടെ സർവീസ് മുടങ്ങിയതായി അധികൃതർ അറിയിച്ചു. സംഭവത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ അന്വേഷണത്തിന് ഉത്തരവിട്ടു. 5 ഫാസ്റ്റ് 5 ഓർഡിനറി ബസ്സുകളുടെ വയറിംഗ് കിറ്റും സ്റ്റാർട്ടർ കേബിളുകളും ഹെഡ്ലൈറ്റും അടക്കമുള്ളവയാണ് നശിപ്പിച്ചിരിക്കുന്നത്. 6 ബസ്സുകളുടെ തകരാറുകൾ പരിഹരിച്ച് സർവീസ് നടത്തിയെങ്കിലും ആദ്യ സർവീസ് മുടങ്ങിയത് വൻ നഷ്ടമായി. സംഭവത്തിൽ കൊട്ടാരക്കര പോലീസ് കേസെടുത്തിട്ടുണ്ട്. വാഹനങ്ങൾ നശിപ്പിച്ചുകൊണ്ടുള്ള ഇത്തരം സമരങ്ങൾക്കെതിരെ കടുത്ത പ്രതിഷേധമുണ്ടെന്ന് CITU അറിയിച്ചു. കഴിഞ്ഞ അർദ്ധരാത്രി മുതൽ ഇന്ന് അർദ്ധരാത്രി വരെയാണ് പണിമുടക്ക്. ഇതിനെ നേരിടാൻ സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 12 പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. എല്ലാ മാസവും 5-ന് മുൻപ് നൽകുമെന്നും മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രിയും പ്രഖ്യാപിച്ചുവെങ്കിലും ഇപ്പോഴും ശമ്പളം നൽകുന്നത് മാസം പകുതിയോടെയാണെന്നും ഇതാണ് സമരത്തിന്റെ പ്രധാന കാരണമെന്നും TDF നേതാക്കൾ. അതേസമയം ഊർജിതമായ പോലീസ് അന്വേഷണം നടത്തിക്കുന്നതിനും പൊതുമുതൽ നശീകരണ തടയൽ നിയമപ്രകാരമുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നതിനും നിർദ്ദേശമുണ്ട്. കുറ്റക്കാരെന്ന് കണ്ടെത്തപ്പെടുന്നവർ KSRTC ജീവനക്കാരാണെങ്കിൽ സർവീസിൽ നിന്ന് പിരിച്ചുവിടുമെന്നും മന്ത്രി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ. സംസ്ഥാനത്ത് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച റോഡുകളിൽ ടോൾ പിരിക്കാൻ സർക്കാർ നീക്കം. 50 കോടിക്ക് മുകളിൽ തുക ചെലവായ റോഡിനും പാലത്തിനുമാണ് ടോൾ പരിഗണനയിലുള്ളത്. കിഫ്ബിയുടെ ശുപാർശ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന നിയമ ധനമന്ത്രിമാർ പങ്കെടുത്ത യോഗം അംഗീകരിച്ചു. മലയോര തീരദേശ ഹൈവേകൾ ഉൾപ്പെടെ കിഫ്ബി ഫണ്ടിലാണ് നിർമ്മിക്കുന്നത്. റോഡ് ഉൾപ്പെടെയുള്ള പശ്ചാത്തല വികസന മേഖലയിൽ നിന്നും വരുമാനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. നിലവിൽ കേരളത്തിൽ ദേശീയപാതയിൽ മാത്രമാണ് ടോൾ പിരിവുള്ളത്. നടപ്പാക്കുന്ന പദ്ധതിയിൽ നിന്ന് വരുമാനമില്ല എന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാർ കിഫ്ബി വായ്പകളെല്ലാം സംസ്ഥാന സർക്കാരിന്റെ വായ്പാ പരിധിയിലാണ് ഉൾപ്പെടുത്തുന്നത്. ഇതോടെയാണ് ടോൾ ചുമത്തി വരുമാനമുണ്ടാക്കാൻ സർക്കാർ ഒരുങ്ങുന്നത്. നിലവിൽ 1117 പദ്ധതികളാണ് കിഫ്ബി ഏറ്റെടുത്തിട്ടുള്ളത്. ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള 500 റോഡുകളിൽ 30% പദ്ധതികൾ 50 കോടിക്ക് മുകളിൽ മുതൽ മുടക്കുള്ളതാണ്. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ. സംസ്ഥാന ബജറ്റിൽ വിഴിഞ്ഞത്തിനും വയനാടിനും പ്രത്യേക പരിഗണനയെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. ക്ഷേമ പെൻഷൻ വർധനവിൽ സർക്കാർ വാഗ്ദാനം നിറവേറ്റുമെന്നും KN ബാലഗോപാൽ. നികുതിയേതര വരുമാനം കൂട്ടാൻ നടപടികൾ ഉണ്ടാകുമെന്നും ബജറ്റിന് മുന്നോടിയായി ധനമന്ത്രി അറിയിച്ചു. കിഫ്ബിക്ക് വരുമാനമുണ്ടാക്കാൻ പല പദ്ധതികൾ ആലോചനയിലാണെന്നും KN ബാലഗോപാൽ പറഞ്ഞു. റോഡിന് ടോൾ അടക്കം പല ശുപാർശകളും ചർച്ചയിലുണ്ട്. സ്വന്തമായി വരുമാനമില്ലാതെ കിഫ്ബിക്ക് നിലനിൽക്കാനാകില്ല എന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. വിവിധ സേവന നിരക്കുകളിൽ ഇത്തവണത്തെ സംസ്ഥാന ബജറ്റിലും വർധനവിന് സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തമിഴ്നാട് തീരപ്രദേശങ്ങളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവുമായി ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. നാളെ രാവിലെ കേരള തീരത്ത് രാവിലെ 5:30 മുതൽ വൈകുന്നേരം 5:30 വരെയും 0.2 മുതൽ 0.6 മീറ്റർ വരെയും, തമിഴ്നാട് തീരത്ത് രാവിലെ 5:30 മുതൽ വൈകുന്നേരം 5:30 വരെ 0.5 മുതൽ 0.7 മീറ്റർ വരെയും ഉയർന്ന തിരമാലകൾ കാരണം കടൽ ആക്രമണത്തിന് സാധ്യതയുണ്ട് എന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. അടുത്ത 3 മണിക്കൂറിനുള്ളിൽ കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിച്ചിരിക്കണം. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്നും ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കേണ്ടതാണെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ള ഘട്ടത്തിൽ കടലിലേക്ക് മത്സ്യബന്ധന യാനങ്ങൾ ഇറക്കുന്നത് പോലെ തന്നെ അപകടകരമാണ് കരയ്ക്ക് അടുപ്പിക്കുന്നതും. അതിനാൽ തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറക്കുന്നതും കരയ്ക്ക് അടുപ്പിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ്. ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ശ്രദ്ധ പുലർത്തേണ്ടതാണ്. മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം. വള്ളങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചിട്ടുള്ള അപകട സാധ്യത ഇതുവഴി ഒഴിവാക്കാൻ സാധിക്കും. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും തീരശോഷണത്തിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ജാഗ്രത പുലർത്തണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.